ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ അബുദാബിയിൽ നിന്ന് അലൈനിലോട്ട് പോയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ്. ഞങ്ങൾക്ക് അവിടെ കുറച്ച് കസിൻസിനെ കാണാനും പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ കുറച്ച് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അലൈനിലോട്ട് പോകുന്നത്. പിന്നെ മക്കൾക്ക് ഒരു ചെറിയ ബാറ്ററിയുടെ ഒരു വണ്ടി എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അബുദാബിയിൽ കുറച്ച് ഷോപ്പുകളിലൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മനസ്സിനോട് പറ്റിയതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അലൈനിലാട്ടോ. ഞങ്ങളൊരു അബുദാബിക്ക് ഷിഫ്റ്റായിട്ടൊരു വർഷമൊക്കെ ആവണേ ഉള്ളൂ. അപ്പോൾ ഇക്കാക്കാണ് അലൈനത്തെ മുക്കും മൂലൊക്കെ അറിയാം. അപ്പോൾ പിന്നെ എന്തായാലും പോവല്ലേ, അപ്പോൾ വണ്ടി നോക്കാമെന്നുള്ള പ്ലാനോടെയാണ് ഞങ്ങൾ അലൈനിക്ക് പോണത്. ഇപ്പോൾ അങ്ങനെ ഞങ്ങളിതാ അലൈനിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയുണ്ടാവും, അലൈന് ഒരു നല്ല പച്ചപ്പും കുറച്ച് മലകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. നമ്മൾ അബുദാബിയും ദുബായൊക്കെ വെച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് പ്ലേസാണ്, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസാണ് കേട്ടോ. ഇപ്പോഴും ഞങ്ങളോട് അലൈനാണോ അബുദാബിയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയാം അലൈനേ ഉള്ളൂ. താമസിക്കാൻ ഏറ്റവും സുഖമുള്ള ഒരു സ്ഥലം തന്നെ കേട്ടോ. പക്ഷേ ഈ അബുദാബി ദുബായൊക്കെ നിന്നിട്ടുള്ളവർക്ക് പിന്നെ അലൈനിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് അലൈനിൽ നിന്ന കാരണം അങ്ങനെ ഒരു നാട്ടിലത്തെ ഫീൽ കിട്ടാറുണ്ട് എപ്പോഴും. അപ്പം ഞങ്ങൾക്ക് എപ്പോഴും ഒരു കൂടുതൽ ഇഷ്ടം അലൈനിലുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ എത്തി. ദിക്കാൻ്റെ അനിയൻ്റെ മോനാട്ടോ. അവർ പിന്നെ ഞങ്ങൾ വന്നന്നും ഇങ്ങോട്ട് വന്നിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ. അങ്ങനെ വണ്ടിയൊക്കെ നോക്കി. വണ്ടി അവിടെ അങ്ങോട്ട് പോകുമ്പോൾ അവൾ ജീപ്പിൻ്റെ ബാറ്ററിയുടെ വണ്ടി വേണമെന്ന് കണ്ടാൽ പോയിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടി സ്കൂട്ടി കണ്ടപ്പോൾ അവൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇത് മതി പറഞ്ഞിട്ട് അങ്ങനെ അതെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ വൈറ്റ് വണ്ടി അതെടുത്ത് നോക്കുമ്പോൾ ഡിക്കിയിൽ കയറണമെന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം വലിയ വണ്ടി തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ കാറിൻ്റെ ബാക്ക് സീറ്റിലൊക്കെ വെച്ച് അങ്ങനെ കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് അബുദാബിയിലോട്ട് പോകുന്നു. ഇത് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് ആട്ടോ, അബുദാബിയിലെ അതിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണത്. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് റൂമിലെത്താറായി. മോള് കണ്ടില്ലേ, അവിടെ നിന്ന് അലൈനിൽ അവൾ കണ്ണട വെച്ചിട്ട് ഇരിക്കാൻ തുടങ്ങിയത്. അപ്പം ഞാനും അവളെ കളിയൊക്കെ തന്നെയായിരുന്നു. രാത്രി 11 മണി അയക്കുന്ന സമയം കേട്ടോ. അപ്പം ഞങ്ങൾ അവളെ കളിയാക്കുന്ന 11 മണിക്ക്, രാത്രി 11 മണി അയക്കണം. എന്നിട്ട് ഈ സമയത്ത് കണ്ണട വെച്ചിരിക്കണുണ്ട്. അപ്പോൾ അവൾ പറയുമ്പോൾ അവൾ ചിരിക്കുക. അപ്പോൾ കുറേ നേരം അവളൊക്കെ ചൊറിഞ്ഞ് കളിയാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ റൂമിലെത്തിയൊക്കെ തന്നെ അവരിതാ വണ്ടി ഓടിച്ചു നോക്കും ഇതൊക്കെയാണ്. റൂമിലെത്തിയിട്ട് വണ്ടി ഇതാക്കിയപ്പോൾ എനിക്ക് തോന്നി ഇത് മേടിച്ചത് നന്നായിരുന്നുണ്ട്. കാരണം ജീപ്പിൻ്റെയൊക്കെ വണ്ടി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ റൂമിൽ ഓടിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇതൊക്കെ ഇങ്ങനത്തെ വണ്ടി ആയത് കാരണം റൂമിൽ ഓടിക്കാനും പിന്നെ അവൾക്ക് ഓടിച്ചിന് സെറ്റാവാനൊക്കെ സുഖം. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് നല്ലോണം ഇഷ്ടമാവും ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടി. ഇപ്പോൾ ഫുൾ ടൈം അവർ രണ്ടുപേരും ഈ വണ്ടിമേൽ തന്നെയാണ്. ഇനി എത്ര ദിവസം ഉണ്ടാവുമെന്നാവും ഇപ്പോൾ ഈ പൂതി. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.